നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ കട്ട്ലറ്റ് ആണ്. അടിപൊളി ടേസ്റ്റുള്ള ഒരു കട്ട്ലറ്റാണ് ഇത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഈ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സോസാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാനിൽ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ഇടേണ്ടത്. അതിട്ടിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് നമുക്ക് എടുത്തിട്ട് വരാം. നമ്മളെ ബട്ടർ ഇവിടെ മെൽറ്റായിട്ട് വന്നു. ഇനി കേസ് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ 2 ടേബിൾ സ്പൂണോളം മൈദയാണ് ഇടേണ്ടത്. അപ്പോൾ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ നമ്മുടെ ബട്ടറും മൈദയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പാലാണ് ഒഴിക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൽ നന്നായിട്ട് ഒഴിക്കുക. അപ്പം ഇത് കുറുകി വരണം. ഇനി അത് വേണ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഇവിടെ നമുക്ക് ചിക്കൻ സ്റ്റോക്കാണ് ഒഴിക്കേണ്ടത്. നമ്മളെ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്കാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. അത് 2 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലൊരു കുറുകിയ രൂപത്തിലിവിടെ വന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയാണ് ഇടേണ്ടത്. അത് ഞാനിവിടെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകി വരണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടുക ഇതിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിട്ട ചിക്കൻ സ്റ്റോക്കിന് കുറച്ച് ഉപ്പുണ്ട്. നന്നായിട്ട് ഇതൊന്ന് കുറുകി വരട്ടെ. നന്നായിട്ട് കുറുകി വരണം. എന്നിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഈ സോസ് നന്നായിട്ട് കട്ടിയായിട്ട് ഉണ്ടായിരിക്കണം. വളരെ നല്ല തിക്കിലായിട്ട് ഉണ്ടായിരിക്കണം. ഇത് ലിക്വിഡായിട്ടുള്ള രൂപത്തിലല്ല നമുക്ക് വേണ്ടത്. അതിന് നിങ്ങൾ ഇത് കട്ടിയായി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമ്മൾ ഈ സോസ് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ പരുവത്തിൽ തന്നെ എടുക്കണം. നമുക്കിതിന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് എങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഒരു ബൗൾ എടുക്കാം. ആ ബൗളിൽ ഞാനിവിടെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ വേവിച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണിത്. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റും ബീൻസും ആണ്. ഇത് ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത്. ആവിയിലാണ് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത്. അതാണ് നമുക്ക് ഇതിലേക്ക് ഇനി ഇടേണ്ടത്. ഇനി നമുക്കത് ഇതിലേക്ക് ചേർക്കാം. ഇവിടെ ഞാൻ ക്യാരറ്റ് ഒരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ബീൻസ് ഒരു 1/4 കപ്പ്. ഇത് രണ്ടും കൂടിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കാണ് ഇടേണ്ടത്. അത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കാണ് ഇവിടെ ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് ഇനി വേണ്ടത്. അതൊരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയാണ് ഇടേണ്ടത്. മല്ലിയില ഞാനിവിടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മല്ലിയില നിങ്ങൾക്ക് ഇതിലിടാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം മല്ലിയില ചേർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ആക്കിയ സോസ് ഉണ്ടല്ലോ, ആ സോസ് എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുഴച്ച് വെക്കുക. നമുക്ക് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഇനി ഞാൻ കട്ട്ലേറ്റ് ഇവിടെ ഓരോ ഷേപ്പിലാക്കി മാറ്റി വെക്കുന്നുണ്ട്. ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് കട്ട്ലേറ്റ് ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പ് ആക്കാം, പിന്നെ സ്ക്വയർ ആക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ നമുക്ക് ചെയ്തിട്ട് വരാം. നമ്മളിവിടെ കട്ട്ലേറ്റ് എല്ലാം ഓവൽ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിപ്പ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ആ മുട്ട ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് സേമിയാണ് എടുത്തിരിക്കുന്നത്. സേമിയ കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു കട്ട്ലേറ്റ് എടുത്ത് ഞാനിവിടെ മൈദയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് മുട്ടയിലാണ് ഇടുന്നത്. മുട്ടയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഞാനിവിടെ സേമിയയിലാണ് ഡിപ്പ് ചെയ്യുന്നത്. സേമിയക്ക് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസിലാണെങ്കിലും
കുഴപ്പമില്ല. ബ്രെഡ് ക്രംസും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് സേമിയാണ്. ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ നമുക്ക് ചെയ്തിട്ട് വരാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇത് സേമിയ ആയത് കാരണം വേഗം തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ തിരിച്ചിട്ട് വേഗം തന്നെ എടുത്ത് വെക്കാം നമുക്ക്. ഇനി നമുക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി കുറച്ച് സമയം കൂടി ഇത് വെച്ചാൽ മതി. അപ്പോൾ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. സാധാരണ കട്ട്ലേറ്റ് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി. ഇത് എൻ്റെ ഇതെല്ലാം ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇത് നമ്മൾ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ നമ്മളെ കട്ട്ലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണിത്. ഇത് സേമിയ ആയത് കാരണം നല്ലൊരു ക്രിസ്പിയാണ്. അതുപോലെ നല്ല ക്രഞ്ചിയാണ്. കഴിക്കുമ്പോൾ നല്ല കുട്ടികൾക്കും എല്ലാവർക്കും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുകയും വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.